ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, നമ്മുടെ ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് എന്ന ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എത്ര കാലം മാത്സ് പഠിക്കുന്നോ അത്രയും കാലം ഈ ചാപ്റ്ററിലെ കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്ററിലെ കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ആ 4 പ്രോബ്ലംസ് ഒന്ന് പഠിച്ചാലോ? നോക്കിയേ മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ വാട്ട് വാല്യൂ ഓഫ് സി the linear equation 2x plus cy is equal to 8 has equal values of x and y for its solution. അതായത് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറ്റുള്ളത് എന്താണ്? സിന്റെ വാല്യൂ ആണ്. സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. ഏതാ ഇക്വേഷൻ? നമ്മുടെ ഇക്വേഷൻ ഏതാടാ? 2x plus cy is equal to 8. എന്താ ഒരു എക്സ്ട്രാ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ? ഈ ഇക്വേഷന് ഈക്വൽ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ആണ് സൊല്യൂഷൻ ആയിട്ടുള്ളത്. അഥവാ എക്സിന്റെയും വൈന്റെയും വാല്യൂസ് ഈക്വൽ ആണ്, അഥവാ എക്സ് ഈക്വൽ ടു വൈ ആണ്. ഇത് ഈ ഒരു ഇക്വേഷനിൽ എക്സും വൈയും ഈക്വൽ ആണ്. ഓക്കെ അല്ലേ? നമുക്ക് നമ്മുടെ ഇക്വേഷൻ 2x പ്ലസ് സി വൈ ഇസ് ഈക്വൽ ടു 8. ഇതിൽ എക്സും വൈയും ഈക്വൽ ആണെങ്കിൽ ആ വൈക്ക് പകരം സി വൈയിലെ വൈക്ക് പകരം നമുക്ക് എക്സ് എന്ന് കൊടുക്കുന്നതുകൊണ്ട് എന്ത് തെറ്റുണ്ടോ? ഒരു തെറ്റില്ല. കാരണം എന്താ? എക്സും വൈയും എന്താണ്? ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? 2x പ്ലസ് സി വൈ അല്ലെ, സി ഇൻറ്റു വൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു? എക്സ് കൊടുക്കാം. കാരണം എക്സും വൈയും ഈക്വൽ ആണല്ലോ. സോ സി എക്സ് ഇസ് ഈക്വൽ ടു 8 അല്ലേ? ഇനി നോക്കിയ മക്കളെ, നമ്മുടെ എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? സിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് റീഅറേഞ്ച് ചെയ്തിട്ട് സിന്റെ വാല്യൂ കണ്ടുപിടിച്ചോളാം. എങ്ങനെയാ മക്കളെ നമ്മൾ ചെയ്യാ? സി എക്സ് ഇസ് ഈക്വൽ ടു, നോക്കിയേ, ആ 2x നമ്മൾ ആർ എച്ച് എസിലോട്ട് കൊണ്ടുപോകാൻ പോവാ. ആർ എച്ച് എസിൽ ഓൾറെഡി എന്തുണ്ട്? 8 ഉണ്ട്. അത് നമ്മൾ എഴുതി. ഇനി എൽ എച്ച് എസിലുള്ള പ്ലസ് 2x ആർ എച്ച് എസിലോട്ട് പോകുമ്പോൾ എന്താടാ? മൈനസ് 2x ആയി. അപ്പോൾ സി എക്സ് ഈസ് ഈക്വൽ ടു 8 മൈനസ് 2x എന്ന് നമുക്ക് കിട്ടി. ഇനി സി എന്താ മക്കളെ വരിക? അപ്പോ 8 മൈനസ് 2x പറഞ്ഞ സി എന്താ വരിക? സി മാത്രമായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? തൊട്ട് മുന്നത്തെ സ്റ്റെപ്പ് നിങ്ങൾ നോക്ക്, സി എക്സ് ഉണ്ട്. അഥവാ സിയുടെ കൂടെ അധികപ്പറ്റായിട്ട് ഒരാളുണ്ട്. ആര്? എക്സ് ഉണ്ട്. അപ്പൊ അതെന്ത് എക്സാ? സി ഇൻറ്റു എക്സ് അല്ലേ? ഇൻറ്റു എക്സ് ആർ എച്ച് എസിലോട്ട് പോകുമ്പോൾ എന്താവും മക്കളെ? ഡിവൈഡഡ് ബൈ എക്സ് ആവില്ലേ? അപ്പൊ നോക്കിയേ, ആർ എച്ച് എസിൽ ഓൾറെഡി എന്തുണ്ട്? 8 മൈനസ് 2x ഉണ്ട്. അത് നമ്മൾ എഴുതി. ഇനി എൽ എച്ച് എസ് ഉള്ള ഇൻറ്റു എക്സ് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താടാ? ഡിവൈഡഡ് ബൈ എക്സ് ആയി. അപ്പൊ സി ഇസ് ഈക്വൽ ടു 8 മൈനസ് 2x ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് എന്ന് നമുക്ക് കിട്ടി. ഇതിനെ കൂടുതൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത്രയും മതി. ആൻസർ ആയി. സിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. മതി. ആൻസർ ആയി. പഠിച്ചല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നോക്കിയടാ, 2, ക്വസ്റ്റ്യൻ നമ്പർ 2. The graph of the linear equation 4x minus 3y minus 12 equal to 0 cuts x-axis at the point. നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. A 3,0, B മൈനസ് 3,0, C 4,0, D മൈനസ് 4,0. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവുക, സാറേ ഗ്രാഫ് നമ്മുടെ സിലബസ് നിന്ന് ഒഴിവാക്കിയതല്ലേ, ഗ്രാഫ് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലല്ലോ എന്നായിരിക്കും. മക്കളെ, നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് നമ്പർ 59 എടുക്കുക, സമ്മറി നോക്കുക. സമ്മറിയിലെ 3ാമത്തെ പോയിന്റ് നോക്കുക. ഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അഥവാ ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ പ്രോബ്ലംസിന്റെ ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്നില്ലെങ്കിൽ കൂടെ സമ്മറിയിൽ 3ാമത്തെ പോയിന്റിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മളൊരു ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ, ഒരു 2 വേരിയബിൾ വരുന്ന ഒരു ലീനിയർ ഇക്വേഷന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുക. ആ ലൈനിലെ ഓരോ പോയിന്റും, എല്ലാ പോയിന്റും ആ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിരിക്കും എന്നൊക്കെ ആ ഒരു സമ്മറിയിലെ ആ ഒരു പോയിന്റിൽ പറയുന്നുണ്ട്. സോ നമ്മുടെ നിഞ്ച ബാച്ചിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞതാണ്. നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഗ്രാഫിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ. ഇവിടെ ശ്രദ്ധിക്കാം. അല്ലാത്തവരും ഇവിടെ ശ്രദ്ധിക്കാം. നമുക്ക് പബ്ലിക് ലൈവ് വരുന്നുണ്ട്. പബ്ലിക് ലൈവിലൊക്കെ, യൂട്യൂബ് ലൈവിലൊക്കെ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഗ്രാഫും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതായിരിക്കും. ഇവിടെ ശ്രദ്ധിച്ചാൽ മക്കളെ, നോക്കിയടാ, the graph of the linear equation 4x minus 3y minus 12 equal to 0 cuts x-axis at the point. മക്കളെ, ഞാൻ പറഞ്ഞു, ഒരു ലീനിയർ ഇക്വേഷൻ, 2 വേരിയബിൾ വരുന്ന അല്ലെങ്കിൽ 2 വേരിയബിൾ വരുന്ന ഒരു ലീനിയർ ഇക്വേഷന്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുക ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലേ? ഈ സ്ട്രെയിറ്റ് ലൈൻ അഥവാ ഇതിപ്പോ എന്താ? ഈ ഇക്വേഷൻ എന്താ മക്കളെ? ഈ ഇക്വേഷൻ എന്താ? 2 വേരിയബിൾ വരുന്നത്, ഓക്കെ, എക്സും വൈയും 2 വേരിയബിൾ വരുന്ന ഒരു ലീനിയർ ഇക്വേഷൻ ആണ്. 2 വേരിയബിൾസ് വരുന്ന ഒരു ലീനിയർ ഇക്വേഷൻ ആണ്. ഈ ലീനിയർ ഇക്വേഷന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കുമല്ലോ. ഈ സ്ട്രെയിറ്റ് ലൈന് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ചോദിച്ചത്. അതാ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരിക മക്കളെ? നോക്കിയേ, ഇത് വൈ ആക്സിസ്, ഇതോ എക്സ് ആക്സിസ് അല്ലെ? ഹൊറിസോണ്ടലി ഉള്ളത് എക്സ് ആക്സിസും വെർട്ടിക്കലി ഉള്ളത് വൈ ആക്സിസും. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഈ ഇക്വേഷന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അതൊരു ലൈൻ ആയിട്ടായിരിക്കും കിട്ടുക. സപ്പോസ് ഫോർ എക്സാമ്പിൾ ഇങ്ങനെയുള്ള ഒരു ലൈൻ ആണെങ്കിൽ ഇത് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഇല്ലേ, അഥവാ
എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ്, ഈ പോയിന്റ്, ആ പോയിന്റ് ഏതാണെന്നാ ചോദിച്ചത്, ആ പോയിന്റ് കോർഡിനേറ്റ്സ് ആ ചോദിച്ചത്, എക്സ് കോമ വൈ കോർഡിനേറ്റ്സ് ആ ചോദിച്ചത്. സപ്പോസ് ഇങ്ങനെ തന്നെ ആയിക്കണമെന്നില്ല, ഞാനൊരു എക്സാമ്പിൾ ആണ് ലൈൻ അങ്ങനെ വെച്ചത്. ലൈൻ വേണമെങ്കിൽ എങ്ങനെ വരാം, ലൈൻ എങ്ങനെ വേണേ വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, എങ്ങനെ വേണേ വരാം. അത് നമ്മൾ ആ ഇക്വേഷൻ അനുസരിച്ച് നോക്കിയാൽ നമുക്ക് ലൈൻ കിട്ടും. അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞത്, അങ്ങനെയുള്ള ആ ഒരു ലൈൻ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാ അല്ലെ. എടാ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ആക്സിസിന്റെ മുകളിലുള്ള പോയിന്റ് അല്ലേ, എക്സ് ആക്സിന്റെ മുകളിലായിരിക്കുമല്ലോ ആ പോയിന്റ് ഉണ്ടാവുക. എടാ ഒരു ലൈന് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്ക്. സപ്പോസ് ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. ആ ആക്സിസ്, ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. എക്സ് ആക്സിസിന് ഒരു ലൈൻ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്ത് ആക്സിസിലെ പോയിന്റാ, എക്സ് ആക്സിസിന്റെ മുകളിലുള്ള പോയിന്റ് അല്ലേ. മക്കളെ എക്സ് ആക്സിസിലെ എല്ലാ പോയിന്റിനും കോമൺ ആയിട്ടൊരു പ്രത്യേകത ഉണ്ട്. എന്തായിരുന്നു അത്, എക്സ് ആക്സിസിൽ ഏതൊരു പോയിന്റ് എടുത്താലും അതിന്റെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് ആക്സിസിൽ നമ്മൾ ഏതൊരു പോയിന്റ് എടുത്താലും അതിന്റെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. സോ നോക്കിയേ മക്കളെ, എക്സ് ആക്സിസിൽ നമ്മൾ ഏതൊരു പോയിന്റ് എടുത്താലും അതിന്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കണം, 0 ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്താണ്, 4x മൈനസ് 3y മൈനസ് 12 ഈക്വൽ ടു 0. ഇവിടെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കുമല്ലോ. അപ്പൊ എന്താ, 4x മൈനസ് 3y മൈനസ് 3 ഇൻറ്റു വൈ, 3 ഇൻറ്റു 0, വൈ കോർഡിനേറ്റ് 0 അല്ലേ. സോ 3 ഇൻറ്റു 0 അത് 0 ആയിപ്പോയി, 3y എന്നുള്ള ടൈം 0 ആയിപ്പോയി. സോ അത് വേണ്ട, മൈനസ് 3y 0 ആയിപ്പോയി. ഇനി അത് വേണ്ട, ഇനി എന്താ ബാക്കിയുള്ളത്, മൈനസ് 12 ഇസ് ഈക്വൽ ടു 0 അല്ലേ. ഇനി നോക്കിയേ, അപ്പൊ എന്ത് കിട്ടും, 4x എന്ത് കിട്ടൂടാ, മൈനസ് 12 നേരെ ആർ എച്ച് എസിലോട്ട് ഉണ്ടായി പ്ലസ് 12 ആയി. ഇനി എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും മക്കളെ, 12 ഇൻറ്റു 4 പുറത്തോട്ട് വരുമ്പോൾ എന്തായി, ഡിവൈഡഡ് ബൈ 4 ആയി. 12/4 എത്രയാ, 3 ഇൻറ്റു 4 ആണ് 12. അപ്പൊ 12/4 എത്രയാ, 3 ആണ്. അപ്പൊ എക്സ് 3 കിട്ടി. എടാ എക്സ് 3 കിട്ടി. ഇപ്പൊ ഫസ്റ്റ് എഴുതേണ്ട എന്താ, എക്സ് കോർഡിനേറ്റ് അല്ലേ, എക്സ് 3 കിട്ടി. വൈയോ, വൈ എന്ന് പറഞ്ഞാൽ എന്താ, 0 അല്ലേ, എക്സ് ആക്സിസിലെ പോയിന്റ് അല്ലേ. അപ്പൊ വൈ കോർഡിനേറ്റ് എന്താ, 0 അല്ലേ. അപ്പൊ ആൻസർ എന്താ, 3,0. ഓപ്ഷൻ എ 3,0 ആണ് ഉത്തരം. ക്ലിയർ അല്ലേ മക്കളെ, സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ, വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ് മക്കളെ. അതുപോലെ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും. വൈ ആക്സിസിനെ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് 0 ആണ്, എക്സ് കോർഡിനേറ്റ് 0 ആണ്. അപ്പൊ നിങ്ങൾ എക്സ് വരുന്ന സ്ഥലത്ത് 0 കൊടുത്തേക്കാം, അത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്, തെറ്റിക്കാണ്ട് ചെയ്തോളണേ. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ, ഇഫ് a,4 lies on the graph of 3x plus y is equal to 10, what is the value of a? അതായത് a,4 എന്ന പോയിന്റ്, അതൊരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ്. a,4 എക്സ് കോർഡിനേറ്റ് എന്താ, a ആണ്, y കോർഡിനേറ്റ് എന്താ, 4 ആണ്. ആ പോയിന്റ് എന്തിന്റെ മുകളിലുള്ളത്, 3x plus y equal to 10 എന്ന ഗ്രാഫിനില്. ആ ഗ്രാഫ് വരച്ചാൽ എന്താ കിട്ടുക നമുക്ക്, 3x plus y equal to 10 എന്ന് പറഞ്ഞാൽ എന്താ, ഒരു 2 വേരിയബിൾ വരുന്ന ലീനിയർ ഇക്വേഷൻ അല്ലേ. അതിന്റെ ഗ്രാഫ് വരച്ചാൽ നമുക്ക് എന്താ കിട്ടുക, ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. ആ സ്ട്രേറ്റ് ലൈനിന്റെ മുകളിലുള്ള ഒരു പോയിന്റ് ആണെന്ത്, a,4. If a,4 lies on the graph of 3x plus y is equal to 10, what is the value of a? അഥവാ ഈ ഇക്വേഷൻ 3x plus y equal to 10ന്റെ ഒരു സൊല്യൂഷൻ ആണിത് a,4 എന്നത്. അങ്ങനെയാണ് എന്റെ വാല്യൂ ചോദിച്ചത്. എടാ ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് a,4 എങ്കിൽ നമ്മുടെ അതിന്റെ മീനിങ് എന്താ, ആ പോയിന്റ് അല്ലെങ്കിൽ ആ സൊല്യൂഷൻ എക്സിന് പകരം എയും വൈക്ക് പകരം 4ഉം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഇക്വേഷൻ എന്താവണം, ശരിയാവണം അല്ലെ. നമുക്കൊന്ന് ഇക്വേഷൻ എഴുതി നോക്കാം. 3x plus y is equal to 10 അല്ലേ. അപ്പം നമുക്കിവിടെ എക്സ് എന്താ എ ആണ്, വൈ എന്താ 4 ആണ്. നമ്മുടെ പോയിന്റ് എന്താ അവർ തന്നിട്ടുള്ളത്, എക്സ് ഈക്വൽ ടു എയും വൈ ഈക്വൽ ടു 4 ആണ് അല്ലെ. നമുക്കൊന്ന് ഇക്വേഷന്റെ LHS ഒന്ന് എഴുതി നോക്കുക. എക്സിന് പകരം എയും വൈക്ക് പകരം 4ഉം കൊടുത്തിട്ട് നോക്കിയടാ എന്താ വരിക, LHS 3x, എക്സിന് പകരം എന്ത് കൊടുക്കുക, എ കൊടുക്കുക, 3a പ്ലസ് വൈക്ക് പകരം എന്താടാ 4 കൊടുക്കുക, 3a പ്ലസ് 4 എന്ന് കിട്ടി. ഇനി 3a പ്ലസ് 4 is equal to എന്താ മക്കളെ, 10 അല്ലേ. നോക്കിയേ, 3x പ്ലസ് y 3a പ്ലസ് 4 is equal to 10 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 3a എന്ത് വരും മക്കളെ, 3a എന്ത് വരും, 10 മൈനസ് 4 അഥവാ 3a എന്ന് പറഞ്ഞാൽ എന്താടാ, 6 എന്ന് വന്നു. 3a എന്ത് വന്നു മക്കളെ, 6 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ a എന്ത് വരുടാ, ഇൻറ്റു 3 അപ്പുറത്തോട്ട് പോയി എന്തായി, ഡിവൈഡഡ് ബൈ 3 ആയി, 6/3 അഥവാ a is equal to 2 എന്ന് കിട്ടി. എന്റെ വാല്യൂ 2 എന്ന് കിട്ടി. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന്റെ വാല്യൂ കിട്ടിയല്ലോ. ഇത് ചില ക്വസ്റ്റ്യൻസിൽ ഇക്വേഷനിലായിരിക്കും തരിക. നമ്മുടെ ഇക്വേഷനിൽ അൺനോൺ ആയിട്ട് എയോ കെയോ അങ്ങനെ ഉണ്ടാവും. അതും നിങ്ങൾ ഇതേപോലെ സോൾവ് ചെയ്തോളൂ. ഇവിടെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും നമ്പർ ആയിരിക്കും ഉണ്ടാവുക, 1 2. അതും നിങ്ങൾ എക്സിന് വരും 1ഉം വൈക്ക് വരും 2 കൊടുത്തിട്ട് സോൾവ് ചെയ്തോളൂ, സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്തോളൂ. ഇവിടെ നമുക്ക് പോയിന്റ് ആണ് തന്നത്, അത് ഒരു ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ചെയ്തോളണേ, തെറ്റിക്കാണ്ട് ചെയ്തോളണടാ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ്
if x equal to 2 comma y equal to -1 is a solution of the linear equation. 4 ഓപ്ഷൻസ് ഉണ്ട്. അതായത് x equal to 2 y equal to -1 എന്നുള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ 4 ഇക്വേഷൻസിന് താഴെ കൊടുത്തിട്ടുണ്ട്. a, b, c, d. ഇതിൽ 4 ഏത് ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് x equal to 2 y equal to -1? എടാ ഒരു ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ഒരു 2 വേരിയബിൾ വരുന്ന ഒരു ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് 2 പോയിന്റ്സ് എക്സും വൈയും തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ? ആ ഒരു പോയിന്റ് എക്സിന്റെ വൈന്റെ വാല്യൂസ് നമ്മുടെ ഇക്വേഷനിൽ കൊടുത്താൽ ആ ഇക്വേഷൻ ശരിയാവണം, ആ ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കണം അല്ലെ? അങ്ങനെ കറക്റ്റ് ആയാൽ മാത്രമേ ആ പോയിന്റ്സ് അതിന്റെ സൊല്യൂഷൻ, ആ പോയിന്റ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ എക്സിന്റെ വാല്യൂ വൈന്റെ വാല്യൂ, ആ പർട്ടിക്കുലർ എക്സിന്റെ വാല്യൂ വൈന്റെ വാല്യൂ ആ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ? നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഇക്വേഷൻസ് ആയിട്ട് എടുത്ത് നോക്കാം. നോക്കിയേ, എക്സ് പ്ലസ് 2y ഈക്വൽ ടു 0 ആണെന്ത് ഫസ്റ്റിലത്തെ ഇക്വേഷൻ അല്ലെ? ഈ ഇക്വേഷനിൽ എക്സിന് പകരം 2, വൈക്ക് പകരം -1 നമ്മൾ കൊടുത്തു നോക്കണം. എന്നിട്ട് ആ ഇക്വേഷൻ ശരിയാവുന്നുണ്ടോ, അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ആ ഇക്വേഷൻ കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. കറക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ ആണ്, കറക്റ്റ് കിട്ടുന്നില്ലെങ്കിലോ അതിന്റെ സൊല്യൂഷൻ അല്ല. പിന്നെ അടുത്ത് നോക്കണം, പിന്നെ ബി നോക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നോക്കിയാൽ x plus 2y is equal to 0. ഇവിടെ LHS എന്താ മക്കളെ? ആ ഇക്വേഷനിൽ LHS എന്താണ്? LHS എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഇടത്തെ കൈയുടെ ഈക്വൽ സൈഡിന്റെ ഇടത്തെ കൈയുടെ ഭാഗത്തുള്ള ഭാഗം, ഇടത് ഭാഗത്തുള്ള ഭാഗം, ഈക്വൽ സൈഡിന്റെ ഇടത് ഭാഗത്തുള്ള ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗം, അതാണ് LHS, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പൊ LHS എന്താണ് വരുന്നത്? x plus 2y ആണ്. x plus 2y ആണ്. എടാ അതെന്താ വരിക? നോക്ക്, നമ്മുടെ പോയിന്റ് x equal to 2 y equal to -1 കൊടുത്താൽ എക്സിന് പകരം 2 കൊടുക്കുക. അപ്പൊ എന്ത് വരും? 2 plus 2 into y അല്ലേ? y എന്താ? -1 അല്ലെ? നോക്കിയടാ, എന്ത് വരും? 2 plus 2 into -1 എന്താ? 2 into -1 എന്താ? -2. നോക്കിയടാ, 2 പ്ലസും മൈനസും കൂടി ഒരുമിച്ച് വന്നതായി, -2 -2 അഥവാ 0 കിട്ടി. എടാ LHS 0 കിട്ടി. ആക്ച്വലി അവിടെ RHSും 0 തന്നെയല്ലേ? അഥവാ ഈക്വൽ ടു RHS 0 തന്നെയല്ലേ RHS നമുക്ക് കിട്ടുന്നത്? നോക്ക് നമ്മുടെ ഇക്വേഷൻ നോക്കണം, നോക്ക്, RHS എന്താ? 0 അല്ലേ? അഥവാ നമുക്ക് എന്ത് കിട്ടി മക്കളെ? LHS തുടങ്ങിയിട്ട് അവസാനം നമുക്ക് RHS കിട്ടി. അഥവാ LHS is equal to RHS എന്ന് കിട്ടി. അഥവാ ആ ഇക്വേഷൻ എന്തായി മക്കളെ? ശരിയായി. വിച്ച് മീൻസ് x equal to 2 എന്നതും y equal to -1 എന്നതും നമ്മുടെ ഈ ഇക്വേഷന്റെ ഓപ്ഷൻ എ x plus 2y is equal to 0 എന്ന ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെന്ന് കിട്ടി. ഫസ്റ്റ് തന്നെ ആൻസർ കിട്ടി. ചിലപ്പോൾ ഇവിടെ നമുക്ക് x equal to നോക്ക്, അവസാനം സപ്പോസ് ഇവിടെ ഈ 0ക്ക് പകരം 1 ആണ് കിട്ടിയതെങ്കിൽ 1 എന്തല്ല? RHS അല്ല, RHS 0 ആണ്. അപ്പൊ സപ്പോസ് ഇവിടെ നമുക്ക് 1 ആയിരുന്നു കിട്ടിയെങ്കിൽ ഇതല്ല ഇക്വേഷൻ, ഇത് സൊല്യൂഷൻ അല്ല. ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ അല്ല എന്ത്? ഈ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ഇക്വേഷൻ നോക്കും. x plus 2y equal to 4 നോക്കണം. ക്ലിയർ ആണല്ലോ? കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ മക്കളെ? x plus 2y is equal to 0 അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ? സോ ഇതാണ് ഈ 4 ക്വസ്റ്റ്യൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പഠിക്കുക. നിങ്ങൾക്ക് സൊല്യൂഷൻ എന്താണെന്ന് ഓൾറെഡി അറിയാലോ. സൊല്യൂഷൻ എന്താണെന്ന് അറിയെങ്കിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യേണ്ടതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെറ്റ് ആയിട്ട് പഠിച്ചോളാം. ഫുൾ മാർക്ക് വാങ്ങിക്കാൻ കണക്കാക്കിയിട്ട് മാത്രം എക്സാം ഹാളിലേക്ക് പോവാം. ബൈ.